പക്ഷേ ഇതിനകത്ത് പ്ലാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബഡ്ജറ്റിനെ സംബന്ധിച്ച്. പ്ലാനിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു വെട്ടിക്കുറവ് നേരത്തെ വരുത്താൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് ആ പ്ലാനിനകത്ത് പ്രൊപ്പോർഷനേറ്റ് അല്ലാത്തുള്ള വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്. നേരത്തെ പൊതുവിൽ പറയുമ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ പൊതു സ്വഭാവം ആദ്യമേ തന്നെ പറയുന്നത് മുഴുവൻ സംസ്ഥാന ഗവൺമെൻറ്റിനെ മുൻ ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞിട്ട് 10 വർഷക്കാലം കേരളമാകെ തകർന്നു പോയി എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഫലത്തിൽ അതല്ല എന്നുള്ള കണക്കുകളെല്ലാം കൃത്യമായിട്ടുണ്ട്. വൈറ്റ് പേപ്പർ കൊണ്ട് അതിനകത്തുള്ള ടേബിളുകൾ നിങ്ങൾ നോക്കിയാലും ഫിസിക്കൽ കൺസോളിഡേഷൻ മെച്ചപ്പെട്ടിട്ടുണ്ട്, കൂടുതൽ സാമ്പത്തികമായി മെച്ചപ്പെട്ടു, കടത്തിൻ്റെ വർധന കുറഞ്ഞിട്ടുണ്ട്, നികുതി വരുമാനം കൂടിയിട്ടുണ്ട്. നികുതി വരുമാനം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടിലും CAG റിപ്പോർട്ടിലും ഇന്ത്യയിലെ ഏറ്റവും നികുതി മെച്ചപ്പെട്ട 7 സംസ്ഥാനങ്ങളിൽ ആണ് നമ്മൾ. ഏറ്റവും മുന്നേ 4ാം സ്ഥാനമാണ്. ഞാൻ കണക്കുകൾ ആവർത്തിക്കുന്നില്ല. അപ്പം നികുതി വർദ്ധിച്ചു, കടം കുറഞ്ഞു, വരുമാനം വർദ്ധിച്ചു, ഇതൊക്കെയുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് തരാനുള്ള പണം തരാത്തതാണ് ഏറ്റവും വലിയ റോഡ് ബ്ലോക്ക്. കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരക്ഷരം പോലും പറയാൻ ധനകാര്യമന്ത്രി ആയതിനു ശേഷവും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവായിരിക്കുമ്പം അന്നത്തെ ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി എപ്പോഴും ഞങ്ങളെ കുറ്റം പറയുകയും കേന്ദ്ര ഗവൺമെൻറ്റിനെ വെള്ളപൂശുകയും ചെയ്ത മുഖ്യമന്ത്രിയും UDF-ഉം അദ്ദേഹം കേരളത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേക്കുന്നത്. എൻ്റെ ഉൾപ്പെടെ, നിങ്ങളെല്ലാം ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തേക്കുക. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവല്ല. അപ്പം അങ്ങനെ ഏറ്റെടുത്തേക്കുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരൊറ്റ കാര്യം പോലും ബഡ്ജറ്റിൽ പറഞ്ഞിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നേക്കുന്ന കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയും. പക്ഷേ ഇത് നോക്കുമ്പോൾ അങ്ങനെ പറയുന്നതിനകത്ത് പലതും അദ്ദേഹം പറഞ്ഞതല്ല വസ്തുത എന്ന് കാണാം. ഇപ്പം ഇതിനകത്ത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള 20,000 കോടി രൂപ കിട്ടാനുണ്ട് എന്ന് ഒരു കണക്ക് പറഞ്ഞു. ഞാൻ അപ്പോഴും ഇപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഞാൻ വിത്ത് ഡാറ്റ ആൻഡ് ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞു, 16ാം ധനകാര്യ കമ്മീഷൻ്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് വേണ്ട, കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല കേന്ദ്രം. കൊടുക്കണ്ട എന്നുള്ള പ്രഖ്യാപനം, നിർദ്ദേശം ധനകാര്യ കമ്മീഷൻ പറഞ്ഞു. പക്ഷേ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് കാണിച്ചാണ്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിൽ പറയുന്നു അത് ഞങ്ങൾ പരിശോധിക്കും, അല്ലെങ്കിൽ നോട്ടഡ് എന്നാണ്, ഞങ്ങൾ തീരുമാനിച്ചു എന്നല്ല. അപ്പോൾ ആ പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്, നമുക്കത് ഫൈറ്റ് ചെയ്തെടുക്കണം. അപ്പം ആ പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമ്മുടെ പ്ലാനിനകത്ത് വലിയൊരു കട്ട് വരുത്തിയിട്ടുണ്ട്. പ്ലാനിനകത്ത് പദ്ധതി 35,000 കോടിയിലധികം വരുന്ന പദ്ധതി 5,000-ഓളം കോടി കട്ട് ചെയ്തു. കേൾക്കുമ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ടി വരുന്നില്ലേ എന്ന് തോന്നാം. പക്ഷേ ആ കട്ടിങ് അത്രയും വരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം കോവിഡ് കാലത്ത് മാത്രമാണ് നമുക്ക് അല്പം ഒരു പിന്നോട്ട് പോക്ക് ഇക്കാര്യത്തിനകത്ത് കുറവ് വന്നിട്ടുണ്ട്, ഒന്ന് സ്റ്റാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊരു സമയത്തും കുറഞ്ഞിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ടിനകത്ത് കുറവ് വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഇതിനകത്ത് ഞാൻ ഓരോ ഹെഡുമില്ല, നിങ്ങളെ പ്ലാനിൻ്റെ ഡീറ്റെയിൽ പ്ലാൻ, പുതിയ പ്ലാൻ ഉണ്ട്. അതിനകത്ത് പരമ്പരാഗത മേഖലയ്ക്ക് ഉൾപ്പെടെ കശുവണ്ടി, കൈത്തറി തുടങ്ങിയ മേഖലയ്ക്ക് ഉൾപ്പെടെയുള്ള വെട്ടിക്കുറച്ചൊക്കെ ഒരു കാലത്തും. ഇപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കുറവ് വന്നത് ഈ വർഷമല്ലേ? കഴിഞ്ഞ വർഷം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ കുറവില്ലല്ലോ. അപ്പോഴുണ്ടായിരുന്ന 32,500 കോടിയാണ് പ്ലാൻ. അപ്പോൾ ഇപ്രാവശ്യം എന്തിനാണ് പ്ലാൻ 30,000 കോടിയിലേക്ക് ചുരുക്കിയത്? അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നതിനോട് അദ്ദേഹത്തിൻ്റെ സമീപനം പ്ലാനിംഗ് ബോർഡിനെ തിങ്ക് ടാങ്ക് ആക്കുക എന്ന് പറഞ്ഞത് തന്നെയാണ്. അതിൽ ചർച്ച വന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല. തിങ്ക് ടാങ്ക് ആക്കുക എന്ന് പറഞ്ഞാൽ നീതി ആയോഗ് പോലൊരു സംവിധാനം ആക്കി മാറ്റാനുള്ളൊരു ആലോചന ഉള്ളതുകൊണ്ടാണ്. തൊട്ട് മുമ്പത്തെ വർഷത്തിലുള്ള ആ തുക പോലും എന്തുകൊണ്ടാണ് പ്ലാനിനകത്ത് തരാത്തത്? അപ്പോൾ അത് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പ്രാദേശികമായിട്ട് ഏറ്റവും വലിയ തോതിൽ ബാധിക്കും. അതുപോലെ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസിനൊക്കെ 2071 എന്നുള്ളത് 1769 ഏറ്റവും വലിയ കുറവ് സോഷ്യൽ സർവീസ് സെക്ടേഴ്സിലാണ്. അതിന് 14,838 കോടി എന്നുള്ളത് 12,929 കോടിയാണ്. ഇങ്ങനെ വിശദമായ കണക്കുണ്ട്. അപ്പോൾ പ്ലാനിൻ്റെ മേഖലയിൽ അങ്ങനെ ഒരു കുറവ് വന്നിട്ടുണ്ട്. അത്രയും വരേണ്ടതല്ലായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സേവിങ്സ് വരുത്തിയത് എവിടേക്കാണ്? അല്ലാതെ ഞാൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും അന്ന് പറഞ്ഞു, ഞങ്ങൾ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും DAR കുടിശ്ശിക, ശമ്പള പരിഷ്കരണ DAR കുടിശ്ശിക 35,000 കോടിക്ക് അടുത്തുണ്ട്. അത് ഞങ്ങൾ 5 ഗഡുവായിട്ട് കൊടുക്കുമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. അതിനുള്ള പണം ഈ ബഡ്ജറ്റിൻ ബ്രീഫിനകത്ത് നോക്കിയാൽ അറിയാം, അതിനകത്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പൊ ഇച്ചിരി ഇപ്പൊ കുറച്ചുകൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതിന് ശേഷം കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. കിട്ടത്തേ ഇല്ല എന്ന് പറയണ്ട, കിട്ടാനുള്ളത് അവിടെ നിന്ന് വാങ്ങാനുണ്ട്. ഇതിനകത്ത് 8,000 കോടി രൂപ ഇതിനകത്ത് നോക്കുമ്പോൾ സാലറി ആൻഡ് പെൻഷൻ ആ ഹെഡിൽ നേരത്തെ ഉണ്ടായിരുന്നത് 57,000 കോടിയാണ് സാലറിക്ക്, 38,000 കോടിയാണ് പെൻഷന്. അത് രണ്ടുമായിട്ട് 8,000 കോടി ഇതിൽ തന്നെ കുറച്ചിട്ടുണ്ട്. ഈ കണക്ട് വർക്കിനും സ്ത്രീ സുരക്ഷാ പദ്ധതിക്കും ആയിട്ട് 2,000 ചില്ലാനും കോടി കുറച്ചിട്ടുണ്ട്. ആ കുറവൊക്കെ വേറെയും വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കുറവെല്ലാം വരുത്തി പ്ലാനൂടെ കുറയ്ക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ പലയിടത്തും കുറവ് വരുത്തിയിട്ടുണ്ട്, വിചാരിച്ചതിനേക്കാൾ അധികം കുറവ് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പെൻഷൻ കൊടുക്കത്തില്ല എന്നും കുടിശ്ശിക, ശമ്പള കുടിശ്ശിക, DA DR കുടിശ്ശിക കൊടുക്കത്തില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അത് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വ്യക്തമായി അത് വെട്ടിക്കുറച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പ്ലാനിനകത്തേക്ക് പോകുമ്പോൾ കാണാം. കശുവണ്ടിയുടെയും കയറിന്റെയും കുറച്ചിട്ടുണ്ട്, LSTD വിഹിതം കുറച്ചിട്ടുണ്ട്. ഇത് കൂടാതെ മദ്യത്തിന്റെ കാര്യത്തിനകത്ത് അദ്ദേഹം ഒരു തെറ്റിദ്ധാരണാജനകമായ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പറഞ്ഞു ഉച്ചക്കത്തെ പത്രസമ്മേളനത്തിൽ. അതുകൂടെ ഞാനിത് പറയണമെന്ന് വിചാരിക്കാൻ കാര്യം, അദ്ദേഹം പറഞ്ഞു ഞങ്ങള് ഈ കർഷകരെ സഹായിക്കാനെന്ന പേരിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ ആ മദ്യത്തിന് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. കർഷകരെ സഹായിക്കാൻ വേണ്ടി പഴവർഗ്ഗങ്ങളിൽ നിന്നും മറ്റും ഉൽപ്പാദിപ്പിക്കുന്ന പിന്നെ നമ്മൾ സാധാരണ വിദേശ മദ്യം എന്ന് പറയുന്ന കാര്യത്തിൽ ഈ വൈൻ എന്നൊക്കെ പറയുന്ന കാറ്റഗറി വരുന്നതാണ് ആ മദ്യം. അതിന് തന്നെ നികുതി ഞങ്ങൾ വൈൻ്റെ നികുതി തന്നെ വെച്ചേ. ഇവിടെ ഇന്ന് അദ്ദേഹം ബഡ്ജറ്റിനകത്തോടി ഒരു റാറ്റിഫിക്കേഷൻ, ഒരു കറക്ഷൻ വരുത്തുന്നു എന്ന നിലയിൽ പറഞ്ഞു വെച്ച സാധനം 0.5% മുതൽ 10% വരെയുള്ള ലഹരിയുള്ള ആൽക്കഹോളുള്ള മദ്യത്തിന് 251% പകരം 120% ടാക്സ് ആക്കി. എന്ന് പറഞ്ഞാൽ നേരെ പകുതി താഴെയാക്കി. അതിനേക്കാൾ അല്പം കൂടി 20% വരെ ഉള്ളത് കുറച്ചുകൂടി കൂടുതലുള്ളതാണല്ലോ ആൽക്കഹോൾ കണ്ടന്റ്. അതിന് 175% ആക്കി. അപ്പോൾ നിലവിൽ കേരളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിദേശ മദ്യം ഇതേ ഐറ്റം നേരത്തെ വാങ്ങണമെങ്കിൽ, ഈ സാധനം ഉണ്ട് മേടിക്കാം, അത് വാങ്ങണമെങ്കിൽ കൊടുക്കേണ്ടത് 251% ആയിരുന്നു. മദ്യത്തിന് ടാക്സ് കൂടുതലാണല്ലോ. മദ്യം എന്ന് പറഞ്ഞാൽ ടാക്സ് വരുമാനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു ഡിറ്ററൻസ് ആണ്, അധികം ചിലവാകാതിരിക്കാൻ. ആ ഐറ്റം ഒരു കൂൾ ഡ്രിങ്ക്സ് പോലെ കൊണ്ടു നടന്ന് കുടിക്കാവുന്ന അല്ലെങ്കിൽ വില കുറഞ്ഞ ഒരു ഐറ്റം എന്ന നിലയിലേക്ക് ഇൻട്രൊഡ്യൂസ് വരുമ്പോൾ വലിയ തോതിൽ വരുമാനമൊക്കെ വരും എന്ന് വേണേൽ പറയാം. പക്ഷെ റവന്യൂ വരുമാനത്തെക്കാളും കൂടുതൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ സെയിൽസ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നൊരു പുതിയ മദ്യം കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് സഹായകരമായിട്ടാണ് കൊണ്ടുവന്നത്. ഒരു കാരണവശാലും ഇടതുപക്ഷത്തിന്റെ സമയത്ത് അത് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങൾ അംഗീകരിച്ച കാര്യമല്ല. പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്തിന് വരുമാനം വരുന്നു എന്നുള്ളതല്ല പ്രശ്നം. വരുമാനം വരുമായിരിക്കും, പക്ഷേ ഈ കമ്പനികളുടെ താല്പര്യമാണ് സാധാരണ ആളുകളെ, ഇത് അവർ പറയുന്നത് ഈ ഗ്രാജുവേറ്റ് ചെയ്യുക കുടിയന്മാരെ എന്ന് പറഞ്ഞാൽ അമച്വർ ആളുകളെ പതുക്കെ കുടി പഠിപ്പിക്കുന്നല്ല. ഈ വീര്യം കുറഞ്ഞ മദ്യം എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നവർ പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവന്നത്. അപ്പോൾ ആ ആൽക്കഹോൾ അത് കേരളത്തിലെ ഫ്രൂട്ട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്യുവർ സ്പിരിറ്റ് മേടിച്ച് അതിനകത്ത് വെള്ളം കൂടുതൽ ചേർത്ത് അതിനകത്ത് ചില മറ്റ് ഇതിൻ്റെ മണമോ അല്ലെങ്കിൽ ഇതൊക്കെ വരത്തകത്തിൽ കുറച്ചുകൂടെ ഫ്ലേവർ ചേർക്കുന്ന ഒരു തരം മദ്യമാണ് എന്ന നിലയിലാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, അതാണ് ഒരു മേജറായ സാധനം, അത് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വശത്തോടി കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ മേഖല എടുത്താൽ അദ്ദേഹം ആദ്യം തൊട്ട് പറഞ്ഞ കടത്തിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വളരെ കുറവാണെന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഞങ്ങളുടെ ആകെയുള്ള പെർഫോമൻസിനെ സംബന്ധിച്ച് ഒരു സംശയമില്ലാത്ത തരത്തിലേക്ക് ഞങ്ങൾ എക്കണോമിക്കലി ആ കാര്യം മെച്ചപ്പെട്ടു. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ അടങ്കൽ വെട്ടിക്കുറച്ചതിനെ പറ്റി വീണ്ടും ഞാൻ പറയുകയാണ്. സംസ്ഥാനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിനെ പറ്റി വീണ്ടും അദ്ദേഹം പറയണം. 30,070 കോടി രൂപയാക്കി പ്ലാൻ കൊണ്ടുവന്നതിനകത്ത് 5,770 കോടി കുറച്ചത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തൊട്ടു മുമ്പത്തേത് പോലും 32,500 കോടി ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയുകയാണ്. പ്രാദേശിക സർക്കാരുകളുടെ വിഹിതത്തിൽ ഇതനുസരിച്ച് കുറവ് വന്നിട്ടുണ്ട്, അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞു. സ്ത്രീകളുടെ ഞാൻ നേരത്തെ പറഞ്ഞ 3,770 കോടി ഞങ്ങൾ ബഡ്ജറ്റിൽ വെച്ചത്. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 1,770 കോടി രൂപയുടെ വെട്ടിക്കുറവാണ് വന്നേക്കുന്നത്. ഇത് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ നടപ്പിലാക്കുന്നതാണ്. 400 കോടിയാണ് കണക്ട് വർക്ക് എന്ന് പറഞ്ഞ പരിപാടിക്ക് വെച്ചിരുന്നത്. അത് 142 കോടിയായിട്ട് വെട്ടിക്കുറച്ചിട്ട് 268 കോടി അതി വെട്ടിക്കുറവ് വന്നിട്ടുണ്ട്.
തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടത്ര പണം വെച്ചിട്ടില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിന് പറയുന്നു കുട്ടനാട്, ഇടുക്കി, വയനാട്, കാസർഗോഡ് പാക്കേജുകൾക്കുള്ള വിഹിതത്തിൽ ഉൾപ്പെടെ വെട്ടിക്കുറവ് വന്നു. ഇതൊന്നും ഈ കഴിഞ്ഞ പ്ലാനിൽ കൂട്ടിയതല്ല, നേരത്തെ ഉള്ള തുക തന്നെ അവിടെ ഉള്ളൂ. അതിനകത്ത് കുട്ടനാട്, ഇടുക്കി, വയനാട്, കാസർഗോഡ് പാക്കേജുകളുടെ വിഹിതത്തിൽ 68 കോടി രൂപയുടെ വെട്ടിക്കുറവ് വരുത്തി. ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കുള്ള വിഹിതത്തിൽ 198 കോടി രൂപയാണ് വെട്ടിക്കുറച്ചേക്കുന്നത്. ഇതൊക്കെ സാധാരണ നമ്മൾ ബഡ്ജറ്റിനകത്തേക്ക് നോക്കാത്തില്ല, സാധാരണ പൊതുകാര്യങ്ങളെ പറയുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പ്ലാനിനകത്തെ കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് വളരെ ചെറിയ തുക വെച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്ലാനിനകത്ത് 1 ലക്ഷം വെച്ചിട്ടുള്ളൂ. ഇത് 10 കോടി ബഡ്ജറ്റ് സ്പീച്ചിലാണ്. പ്ലാനിനകത്ത് 1 ലക്ഷം രൂപ ടോക്കണായിട്ടേ വെച്ചിട്ടുള്ളൂ. അതൊരു വലിയ പദ്ധതിയാണല്ലോ, 1 ലക്ഷം രൂപ ടോക്കണാണ്. നേരത്തെ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം ഈ ബഡ്ജറ്റോടുകൂടി ഖജനാവ് നിറയ്ക്കുന്ന തരത്തിലേക്കുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതിനകത്ത് ഖജനാവ് നിറയ്ക്കാനായിട്ട് ഒറ്റ കാര്യമാണ് മദ്യം കൊണ്ടുവന്നതുള്ളത് മാത്രമാണ്. പുതിയൊരു മദ്യം കൊണ്ടുവന്നല്ലാതെ ഖജനാവ് നിറയ്ക്കാൻ വേറൊരു കാര്യവും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ സ്വർണത്തിൻ്റെ പൈസ കൂട്ടുന്നതും വലിയ തോതിൽ ടാക്സ് വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. മൂലധന ചെലവ് വീണ്ടും കുറയ്ക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ്. പിന്നെ കേരളത്തിൻ്റെ തീരദേശവും മലയോരവും എല്ലാം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഞാനത് പറയാൻ ഇപ്പോൾ വിളിച്ചതെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞതിനേക്കാൾ ഉപരി ഈ പ്ലാനിനകത്തേക്ക് പോകുമ്പോൾ, പ്ലാനിനകത്തും ഡീറ്റെയിൽഡായിട്ട് ഇന്ന് കൊണ്ടുവന്ന ബഡ്ജറ്റിൻ ബ്രീഫിനകത്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വെട്ടിക്കുറവ് പലയിടത്തും വന്നിട്ടുണ്ട്. എന്നാൽ ആകെയുള്ള ഞങ്ങൾ കൊണ്ടപ്പോൾ 2,39,000 കോടി രൂപയായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വരവും ചെലവും. അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതുള്ള ചേർത്തിട്ടായിരുന്നു. അതിപ്പോൾ കുറച്ച് കുറഞ്ഞ് 2,27,000 കോടി ആയിട്ടുണ്ട്. 12,000 കോടിയുടെ കുറവ് അതിനകത്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ പല ഹെഡിലും നമുക്ക് ഇട്ടിരുന്ന പണം വെട്ടിക്കുറച്ചതിൻ്റെയാണ് ഞാൻ സാലറി ആൻഡ് പെൻഷൻ്റെ DA അരിയേഴ്സിൻ്റെ DR അരിയേഴ്സിൻ്റെ വന്നത്. ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെട്ടിക്കുറച്ചു, പ്ലാൻ വെട്ടിക്കുറച്ചു. വേറെ സ്ഥലത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ശമ്പള പരിഷ്കരണം കൊടുക്കില്ല എന്നുള്ളത് പറയാതെ പറഞ്ഞു, DA അരിയേഴ്സ് കൊടുക്കില്ല എന്ന് പറയാതെ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ലീവ് സറണ്ടർ കോവിഡ് സമയത്ത് 1 വർഷം, ഞങ്ങൾ വരുന്ന സമയത്ത് 1 വർഷം കൊടുത്തിട്ടില്ല, കോവിഡായിരുന്നു. ബാക്കി ഒരൊറ്റ സമയത്തും ബുദ്ധിമുട്ടുള്ളപ്പോഴും ലീവ് സറണ്ടർ കൊടുക്കാതിരുന്നിട്ടില്ല. ലീവ് സറണ്ടർ ഒരു ഏറ്റവും താഴ്ന്ന സ്കെയിലുള്ള ആൾക്ക് മുഴുവൻ ക്യാഷാക്കാം. ഇച്ചിരി വരുമാനം ശമ്പളം കൂടുതലുള്ളവർക്ക് PF-നകത്ത് പെടുത്താം. PF-നകത്ത് പെടുത്തുന്നത് പോലും തെറ്റാണെന്ന് നിരന്തരമായി നിയമസഭ പറഞ്ഞാണ് അദ്ദേഹം. ഇപ്പോൾ അത് കൊടുത്തിട്ടില്ല. ഇതെല്ലാം കൂടെ ചെയ്ത് ഈ സാമ്പത്തിക ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ RD ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ അവർ അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വലിയ തോതിൽ ജീവനക്കാരുടെയും സാധാരണക്കാരുടെയും പൊതുവായ സോഷ്യൽ സർവീസ് സെക്ടേഴ്സിൻ്റെ എല്ലാം പണത്തിനകത്ത് വെട്ടിക്കുറവ് വന്നിരിക്കുന്നു. പ്ലാനിനടക്കം വെട്ടിക്കുറവ് വന്നിരിക്കുന്നു. അതിൻ്റെ പറ്റു പറഞ്ഞുകൊണ്ട് ധവളപത്രത്തിൽ പറഞ്ഞതുപോലെ സ്വകാര്യവൽക്കരണത്തിനായിട്ട് എല്ലാ മേഖലയിലും കടലും കായലും പുഴകളും നമ്മുടെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, കരിമണൽ, വൈദ്യുതി, ഇതെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളോടൊന്നും ഡീറ്റെയിൽസ് നോക്കണം. വലിയ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഈ മേഖലയിലേക്ക് വന്നേക്കുന്നത്. അത് പറയാനാണ് വിളിച്ചത്. പ്രത്യേകിച്ച് പരമ്പരാഗത മേഖലയിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്.